ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്കാണ്. ദക്ഷിണ മൂകാംബിക എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇപ്പോൾ മോളെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി വഴിയായിരുന്നു പോയിരുന്നത്. ചിങ്ങവനം ചെന്നിട്ട് റൈറ്റ്, പരുത്തുംപാറ, അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അമ്പലത്തിലെത്താൻ. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ നേരത്തെ അമ്പലത്തിലെത്താൻ പറ്റി. അപ്പോൾ ഇതാണ് പനച്ചിക്കാട് ക്ഷേത്രം. വളരെ പഴക്കമുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ് പനച്ചിക്കാട് ക്ഷേത്രം. എങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അമ്പലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ദർശനക്രമം എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് കാണാം. വിദ്യാരംഭത്തിനുള്ള രസീത് എഴുതിക്കണമായിരുന്നു. അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് വഴിപാട് കൗണ്ടർ ഉള്ളത്. വിഷ്ണു ഭഗവാനെ തൊഴുതതിനു ശേഷമാണ് സരസ്വതി ദേവിയെ തൊഴാനായിട്ട് പോകേണ്ടത്. വിഷ്ണു നടയിൽ തൊഴുതിറങ്ങി നടയ്ക്ക് മുന്നിലായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കലാമണ്ഡപം. ഇവിടെ വെച്ചാണ് കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നത്. വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തുള്ള ചെറിയ കുളത്തില് വള്ളിപ്പടർപ്പുകൾക്കുള്ളിലായാണ് സരസ്വതി ദേവി കുടികൊള്ളുന്നത്. വള്ളിപ്പടർപ്പുകൾ കൊണ്ട് ഭഗവതി പ്രതിഷ്ഠ പൂർണ്ണമായും മറഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും പൂജകളൊക്കെ തന്നെ നടക്കുന്നത് യഥാർത്ഥ വിഗ്രഹത്തിന് അഭിമുഖമായിട്ടുള്ള അനുബന്ധ വിഗ്രഹത്തിലാണ്. ഈ മണ്ഡപത്തിനുള്ളിലായിട്ടാണ് കുട്ടികൾ വിദ്യാരംഭം കുറിക്കുന്നത്. കുറെ കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവതുമേ സദാ കാണിക്കണേ. ഓം നോക്കി ഞാൻ മണലിലിരിക്കണം, എല്ലാവർക്കും തൊഴിക്കണം. ജപിച്ചാൽ നെയ് മേടിക്കാൻ കിട്ടും. പൂജ സാരസ്വത അത് നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം. എല്ലാ കൊല്ലങ്ങളും തൊഴിക്കണം. എന്നിട്ട് എവിടെ നിങ്ങൾ വരുന്നത് കുറച്ച് കൊല്ലം തൊഴിക്കുക. എല്ലാ കൊല്ലം മേടിച്ചു കൊടുക്കണം കേട്ടോ. മുകളില് മണൽത്തട്ടില് കുഞ്ഞിനെയും കൊണ്ട് എഴുതിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പ്രായവ്യത്യാസമില്ലാതെ ദേവിയുടെ മുന്നിലായിട്ട് എല്ലാവർക്കും അക്ഷരങ്ങൾ കുറിക്കാവുന്നതാണ്. അങ്ങനെ പനച്ചിക്കാട് അമ്മയുടെ സാന്നിധ്യത്തില് അമ്പു ആദ്യാക്ഷരം കുറിച്ചു. ഉപദേവതകളെ തൊഴുതതിന് ശേഷം ആ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. അമ്പലത്തിന്റെ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.